ഹായ് ഗായ്സ്, ഈ പുഴയും കടന്ന പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗംഗയെയും കാണാനില്ല, കാവേരിയെയും കാണാനില്ല. ഇനി ഈ കല്യാണവും മുടങ്ങുമോ എന്ന് പേടിച്ച് വിഷമിച്ചിരിക്കുന്ന ശാരദയ്ക്ക് ഒരു ആശ്വാസമായി നിള ഉറക്കെ വിളിച്ചു പറയുന്നു, അമ്മേ ദേ കാവേരി ചേച്ചി വന്നു എന്ന്. എല്ലാവരും ഉടൻ തന്നെ ഉഷാറായി കാവേരിയെ തേടിയെത്തി. അതേസമയം ജയപാലന്റെ വണ്ടിക്കെതിരെ കാവേരിയുടെ വണ്ടിയും ബ്രേക്ക് ഇട്ട് നിന്നു. ജയപാലൻ വണ്ടിയിൽ നിന്നിറങ്ങി കാവേരിയെ ചൊടിപ്പിക്കാൻ, അവിടെ നിന്റെ അമ്മയും ബന്ധുക്കളും ഓങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, പോയി ആ കണ്ണീരൊക്കെ തുടച്ചു കൊടുക്ക് എന്ന് കളിയാക്കി പറയുന്നുണ്ട്. കാവേരി വിടുമോ? ജയപാലൻ സാറേ, വേട്ടയ്ക്കിറങ്ങിയത് കാവേരിയാ, അപ്പൊ ഒന്ന് രണ്ട് കൊമ്പൻ സ്രാവിനെയെങ്കിലും കൊണ്ടുവരണ്ടേ, ഇല്ലെങ്കിലേ എൻ്റെ ഫാൻസുകാർ എന്നോട് ക്ഷമിക്കില്ല എന്ന് പറഞ്ഞു തീർന്നതും ഡോറ് തുറന്ന് വിനീതും ഗംഗയും ഇറങ്ങി ജയപാലന്റെ അടുക്കലേക്ക് വരുന്നു. അവരെ ഒന്നിച്ചു കണ്ടപ്പോൾ ജയപാലന്റെ മുഖം വിളറി വെളുത്ത കടലാസ് പോലെയായി. വിനീത് ജയപാലനോട് പറഞ്ഞു, താൻ എൻ്റെ പെണ്ണിനെ കുറിച്ച് വിഷമിപ്പിച്ചു എന്ന് കേട്ടല്ലോ. ഇപ്പൊ തനിക്കും എനിക്കും സമയമില്ല, നമ്മൾ തമ്മിൽ വിശദമായിട്ടൊന്ന് കാണേണ്ടി വരും എന്ന് പറഞ്ഞ് അവിടെ നിന്നും നടന്നു നീങ്ങുന്നു. ഗംഗയെ ഒരാപത്തും കൂടാതെ കണ്ടപ്പോൾ ശാരദ കെട്ടിപ്പിടിച്ചു കരയുന്നു. പിന്നീട് കൊട്ടും കുരവയും നാദസ്വരവും ഒക്കെയായി എല്ലാവരുടെയും സമ്മതത്തോടെ വിനീത് ഗംഗയുടെ കഴുത്തിൽ താലി കെട്ടുന്നു. എല്ലാവരും പൂക്കൾ കൊണ്ട് അനുഗ്രഹിക്കുന്നു. ഈ ഒരു നിമിഷത്തിനു വേണ്ടിയാണ് അല്ലേ നമ്മൾ പ്രേക്ഷകരും കാത്തിരുന്നത്. ഒടുവിൽ അതും സംഭവിച്ചു. ഇതൊക്കെയാണ് പ്രമോവായി കാണിച്ചത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിന്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.